Hi, hello and welcome back to our channel, My Cooking Stories. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു നഗറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഈ ഒരു നഗറ്റ്സിന്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ബ്രെഡൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ്. ഇതൊരു 250 ഗ്രാമൊക്കെ ഉണ്ടാവും ഈ ഒരു ചിക്കൻ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പാപ്രിക്ക പൗഡറാണ് ഇടുന്നത്. അപ്പോൾ ഇത് നമുക്ക് എരിവിന് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ഇടാം. അതുപോലെ കുറച്ച് ഉപ്പും ഇത്രയും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ആ ചിക്കൻ്റെ ഒരു കൂട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഇതുപോലെ ഫ്ലാറ്റായ സർഫസിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് പരത്തി കൊടുക്കുന്നത്. നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്ക്വയർ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കോട്ടിങ് കൂടി വേണം. അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പീസ് ആദ്യം ഈ മുട്ടയുടെ മിക്സറിലും അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്യാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ മാറും. അപ്പം അതിലെല്ലാം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ട് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്